എടാ എനിക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കം തോന്നുന്നു. എന്തുപറ്റി? ചേച്ചി പറഞ്ഞു ഡെറ്റ് സ്കീമിലും അപകട സാധ്യതകളും ഉണ്ടെന്ന്. അത് ഏത് നിക്ഷേപത്തിലും ഉണ്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? നോക്ക്, നീ വണ്ടി ഓടിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട്, ഒപ്പം ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപകട സാധ്യത ഇല്ലേ? അതുപോലെ തന്നെ നീ അറിഞ്ഞിരിക്കണം അതിനോടനുബന്ധിച്ചുള്ള എല്ലാ അപകട സാധ്യതകളെ കുറിച്ചും. ഏത് തരത്തിലുള്ള ഫണ്ടായാലും ഡെറ്റോ ഇക്വിറ്റിയോ. ഒന്നുകൂടെ വിശദമാക്കി തരൂ. ഇപ്പോൾ നമ്മൾ ഡെറ്റ് സ്കീമിൽ നിക്ഷേപിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? ആ സ്കീമിൽ സർക്കാർ പേപ്പറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് എന്റിറ്റിയുടെ ബോണ്ടുകളിൽ അല്ലെങ്കിൽ ഡിബഞ്ചറുകളിൽ നിക്ഷേപിക്കുന്നു എന്നാണ്. അങ്ങനെയല്ലേ? നോക്ക്, ഓർമ്മയില്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും കാണൂ. എങ്ങനെയായാലും എവിടെയൊക്കെ നിക്ഷേപമുണ്ടോ അവിടെയൊക്കെ അപകട സാധ്യതകളുമുണ്ട്. അതിനാൽ ഡെറ്റ് സ്കീമിൽ നിക്ഷേപിക്കുന്നതിന് മുൻപായി താങ്കൾ ഈ 3 അപകട സാധ്യതകൾ കണക്കിലെടുക്കേണ്ടതാണ്. ഒന്നാമത്തെ അപകട സാധ്യതയാണ് ക്രെഡിറ്റ് റിസ്ക്. താങ്കൾ എടുക്കുന്ന സ്കീം ഏതെങ്കിലും കമ്പനിയിൽ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു സാധ്യതയുണ്ട് ആ കമ്പനി എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയും താങ്കളുടെ പണം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ ഈ കാരണത്താൽ താങ്കളുടെ ഡെറ്റ് സ്കീമിൽ അതിന്റെ പ്രഭാവം ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അനിശ്ചിതാവസ്ഥയാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപകട സാധ്യതയാണ് ലിക്വിഡിറ്റി റിസ്ക്. എല്ലാ നിക്ഷേപകരും ഒരേ സമയത്ത് സ്കീമിൽ നിന്ന് തങ്ങളുടെ നിക്ഷേപം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യം കാരണം ഫണ്ട് മാനേജർമാർ സ്കീമിലെ ഓഹരികൾ നഷ്ടത്തിൽ വിൽക്കുകയോ ചെയ്താൽ സ്കീമിന്റെ ലിക്വിഡിറ്റി അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് പറയുന്നത് ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന്. ഇനി മൂന്നാമത്തെ അപകട സാധ്യതയാണ് പലിശ നിരക്ക് റിസ്ക്. താങ്കളുടെ ഡെറ്റ് സ്കീം സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുകയും ഈ സെക്യൂരിറ്റികളുടെ മൂല്യത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ പലിശ നിരക്കിലെ വ്യത്യാസങ്ങൾ കാരണം അപ്പോൾ അത് തീർച്ചയായും താങ്കളുടെ ഫണ്ടിനെയും മോശമായി ബാധിക്കും. ഇതിനെയാണ് വിളിക്കുന്നത് പലിശ നിരക്ക് റിസ്ക് എന്ന്. ഇനിയിപ്പോൾ അപകട സാധ്യതകളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് താങ്കൾക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ കഴിയും. മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ഞങ്ങളുടെ ചാനലിൽ ഇത്തരം കൂടുതൽ കണ്ടന്റുകൾക്കായി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.